സർക്കാർ ജോലി ഇല്ലാത്തതുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ ലഭിക്കില്ലെന്ന് കരുതുന്നുണ്ടോ? സ്വകാര്യ മേഖലയിലെ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പ്രവാസികൾക്കും വിരമിച്ച ശേഷമുള്ള സ്ഥിര വരുമാനത്തിനായി പല മാർഗങ്ങളുമുണ്ട്. NPS, അടൽ പെൻഷൻ യോജന, കേരള പ്രവാസി പെൻഷൻ സ്കീം, മ്യൂച്വൽ ഫണ്ട്സ്, SIP, SWP തുടങ്ങിയ ഓപ്ഷനുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ചിലത് സർക്കാർ പിന്തുണയുള്ള പദ്ധതികളാണ്, ചിലത് വിപണി അധിഷ്ഠിത നിക്ഷേപങ്ങളാണ്. അപ്പോൾ ആർക്കാണ് ഈ പദ്ധതി അനുയോജ്യം? എത്ര പണം ലഭിക്കും? റിസ്ക് എത്രയാണ്? നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമത് പറയുന്നത് NPS കുറിച്ചാണ്. റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ശേഷം പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണിത്. പ്രൈവറ്റ് സെക്ടർ ജീവനക്കാർക്കും മറ്റ് എലിജിബിൾ സിറ്റിസൺസിനും NPS ചേരാൻ കഴിയും. നിങ്ങൾ ജോലി ചെയ്യുന്ന കാലത്ത് NPS അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിക്കുന്നു. ആ പണം വിവിധ അസറ്റ് ക്ലാസസിൽ നിക്ഷേപിക്കപ്പെടുകയും റിട്ടയർമെന്റ് സമയത്ത് ഒരു വലിയ പെൻഷൻ കോർപ്പസ് രൂപപ്പെടുകയും ചെയ്യും. നിക്ഷേപത്തിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് കോർപ്പസ് വളരുന്നത്. അതുകൊണ്ട് മാസം എത്ര രൂപ നിക്ഷേപിച്ചാൽ റിട്ടയർമെന്റിൽ എത്ര പെൻഷൻ ഉറപ്പ് എന്ന് പറയാൻ കഴിയില്ല. രണ്ടാമതായി നോക്കേണ്ടത് SIP ആണ്. റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഇത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP എന്നത് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സിൽ സ്ഥിരമായി നിക്ഷേപിക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് മാസം 5000, 10000, 20000 എന്നിങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന തുക ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, SIP ഒരു പെൻഷൻ സ്കീം അല്ല, പകരം വർഷങ്ങളോളം നിക്ഷേപിച്ച് ഒരു വലിയ റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യമാണ്. അതിനുശേഷം ആ കോർപ്പസ് എങ്ങനെ ഉപയോഗിക്കണമെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മൂന്നാമത് നോക്കുന്നത് SWP ആണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ജോലി ചെയ്യുന്ന കാലത്ത് SIP വഴി കോർപ്പസ് ഉണ്ടാക്കുക. റിട്ടയർമെന്റ് കഴിഞ്ഞ് അതിൽ നിന്ന് നിശ്ചിത തുക ഇടയ്ക്കിടെ പിൻവലിക്കുക. ഉദാഹരണത്തിന്, റിട്ടയർമെന്റ് സമയത്ത് നിങ്ങൾക്കൊരു വലിയ മ്യൂച്വൽ ഫണ്ട്സ് കോർപ്പസ് ഉണ്ടെന്ന് കരുതുക. അതിൽ നിന്ന് ഓരോ മാസവും ഒരു നിശ്ചിത തുക വിഡ്രോ ചെയ്യാം. ഇങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞും ഒരു മന്ത്ലി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇനി പ്രൈവറ്റ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ ഏതാണ് നല്ലത് എന്ന് കൂടി പറയാം. പ്രായം, ശമ്പളം, റിട്ടയർമെന്റ് ഏജ്, നിലവിലെ സേവിങ്സ്, റിസ്ക് ടോളറൻസ്, കുടുംബ ചെലവ് എന്നിവ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു ഓപ്ഷൻ മാത്രം ആശ്രയിക്കുന്നതിനേക്കാൾ പല മാർഗങ്ങളും ചേർത്ത് റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പ്രൈവറ്റ് ജോബ് ചെയ്യുന്നവർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞ് മന്ത്ലി ഇൻകം ഉണ്ടാക്കാൻ സർക്കാർ പെൻഷൻ ലഭിക്കുന്നതിനെ മാത്രം ആശ്രയിക്കേണ്ടതില്ല. NPS വഴി റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാം. SIP വഴി ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് സൃഷ്ടിക്കാം. റിട്ടയർമെന്റ് കഴിഞ്ഞ് SWP വഴി അതിൽ നിന്ന് റെഗുലർ വിഡ്രോവൽ നടത്തുകയും ചെയ്യാവുന്നതാണ്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.